ഹായ് ഓൾ, സോഷ്യോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബജറ്റിനെ കുറിച്ചാണ്. എന്താണ് ബജറ്റ് എന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഫാമിലിയിലേക്ക് നോക്കണം അല്ലേ? അതെ, ഫാമിലി എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the total amount spent by a family for food consumption and non-food consumption for a particular period. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു കുടുംബത്തിന് വേണ്ട ഭക്ഷണാവശ്യങ്ങൾ മാത്രമല്ല മറ്റാവശ്യങ്ങളും എല്ലാത്തിനെയും കൂടി കണക്ക് കൂട്ടുന്നതിനാണ് ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫാമിലി എക്സ്പെൻഡിച്ചർ ആകുമ്പം എല്ലാം നമ്മൾ എക്സ്പെക്റ്റഡ് മാത്രമായിരിക്കില്ല അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവുകളും ഫാമിലി എക്സ്പെൻഡിച്ചറിൽ വരും. അപ്പോൾ ഫാമിലി എക്സ്പെൻഡിച്ചർ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്: എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ചില ചിലവുകൾ നമ്മൾ എല്ലാ മാസവും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ എ ഫാമിലി ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ്. അതായത് ഫുഡ്, ഒരു എല്ലാ മാസവും നമുക്ക് ഫുഡ് വേണം അല്ലേ? ഇലക്ട്രിസിറ്റി ബില്ലുകൾ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും ചെയ്യുന്ന ചിലവുകളാണ്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾ. ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി കനോട്ട് ഫിക്സ് ഇൻ അഡ്വാൻസ്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. വിച്ച് ഒക്കേഴ്സ് ആക്സിഡൻ്റലി, അതായത് അതൊരു നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകളാണ്. അതിന് എക്സാമ്പിൾ പറയുന്നതാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അഥവാ പ്രകൃതി ദുരന്തങ്ങളൊക്കെ, ഡിസീസസ്, രോഗങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ബജറ്റിനെ കുറിച്ച്, ഒരു രാജ്യത്തിൻ്റെ ബജറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു ഫാമിലി ബജറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. Family budget is the financial plan that is prepared based on the expected income and expenditure of a family in a particular period. ഒരു കുടുംബത്തിന് ഒരു കാലയളവിലേക്ക് വേണ്ട എക്സ്പെക്റ്റഡ് ഇൻകം, ഒരു മാസം എത്ര അതുപോലെ തന്നെ എത്ര എക്സ്പെൻഡിച്ചർ, അതായത് എത്ര ചിലവ് വരുമെന്നും ഒരു ഫാമിലി എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സമന്വയമാണ്, രണ്ടും കൂടിച്ചേരുന്നതാണ് എന്താണ് ഫാമിലി ബജറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുടുംബത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടുംബത്തിന് ശേഷമാണ് രാജ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. GSTയെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും GSTയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST എന്താണ്? GST ഈസ് എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് കെയിം ഇൻ ടു എഫക്ട് ഫ്രം July 1, 2017 ആഫ്റ്റർ ദ 101st അമെൻഡ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്